ഹായ് ഗൈസ്. ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ആ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറഞ്ഞത് പൂച്ചയുടെ ലൈഫിലെ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഇവൻ്റാണ്. ആ ഇവൻ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഭയം, സംശയം, ആങ്സൈറ്റി ഒക്കെ പൂച്ചയുടെ മനസ്സിൽ പിന്നെയും കിടക്കും. അതുകൊണ്ടാണ് പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ട്രോമ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സ്ട്രെസ്ഫുൾ ഓർ നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. ആ ട്രോമ നമ്മുടെ ചിന്തകളെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും. ഓക്കെ, ആ ട്രോമ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്, ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് കൊണ്ട് ഉണ്ടാവാം. ഒന്ന് ആലോചിച്ച് നോക്കുക, കുട്ടിക്കാലത്ത് നിങ്ങൾ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തു, നിങ്ങളുടെ കളറ് അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതി, നിങ്ങളുടെ അപ്പിയറൻസ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് വർത്തിനെയും നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും. ഇപ്പോഴും നമ്മൾ പലരും മുന്നേറ്റം വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് അവരെന്ത് പറയും, ഞാനിതിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യും, അവരെന്നെ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷേ അതെല്ലാം നമ്മൾ മാറ്റേണ്ട സമയമായി. മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടോ ഉള്ള ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യണം. ഓക്കെ, ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ അല്ല, നമ്മളുടെ ചുറ്റും നടക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. I hope this video helps you guys to understand what is trauma. For more videos like this, please subscribe to this channel.